Hi students, welcome to our YouTube channel Creative Academy. It's me Shahana. Business Studiesലെ Chapter 1ലെ second part ആണ് ഇതിൽ എടുക്കുന്നത്. Business risk ആണ് ഇനി നമ്മുടെ ടോപ്പിക്. Business risk means the term business risk refers to the possibility of commercial business making inadequate profits due to uncertainties, which means goods produced may be destroyed by fire, climate change, etc. നെക്സ്റ്റ് നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. അതിൽ മെയിനായിട്ട് 5 പോയിൻറ്റ്സ് ആണ് വരുന്നത്. Uncertainty, profit is the reward for risk, difficult to measure, essential element of business, and variability. First one, uncertainty. Uncertainty means business risk is due to uncertainty of the future course of action. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് നാച്ചർ ഓഫ് ബിസിനസ് റിസ്കിൽ അൺസർട്ടൈനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഈസ് ദി റിവാർഡ് ഫോർ റിസ്ക്. നമ്മളൊരു ബിസിനസ്സിൽ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു റിവാർഡായിട്ടാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ലഭിക്കുക. Next one, difficult to measure, which means a businessman may anticipate some risk. He cannot predict all the risk which will occur in future. Therefore, risk cannot be measured accurately. നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ നമുക്ക് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. അതാണ് ഡിഫിക്കൽട്ട് ടു മെഷർ എന്നുള്ള മീനിങ്. നെക്സ്റ്റ് വൺ, എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ബിസിനസ്. റിസ്ക് ബിയർ ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ബിസിനസ്. നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും എസെൻഷ്യൽ ആയുള്ള എലമെൻ്റ് ആണ് ബിസിനസ് റിസ്ക് ബിയറിങ്. നെക്സ്റ്റ്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാകുന്നത്. അതിൽ മെയിനായിട്ട് 5 പോയിൻ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ, നാച്ചർ കോസ്, എക്കണോമിക് കോസ്, പൊളിറ്റിക്കൽ കോസ്, ഹ്യൂമൻ കോസ് ആൻഡ് ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസ്. നാച്ചുറൽ കോസ് മീൻസ് ഫയർ, ഫ്ലഡ്, എർത്ത്, സ്നോഫാൾ എന്നൊക്കെ കാരണങ്ങളാൽ ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവാം. സെക്കൻഡ് വൺ, എക്കണോമിക് കോസസ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനെ ചേഞ്ച് ആക്കുന്നതാണ് എക്കണോമിക് കോസസ്. എക്കണോമിക് കോസസ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ്, ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസ്. പ്രൈസിലും ഡിമാൻഡിലും വ്യതിയാനം ഉണ്ടാക്കാൻ കാരണമാവും എക്കണോമിക് കോസസ്. നെക്സ്റ്റ് വൺ, പൊളിറ്റിക്കൽ കോസസ്, which means fall of government may change license policy and tax policy. Political causes refer to change in government policies and laws. Next one, human causes. Human causes, which means inefficient management and carelessness of employee may result in loss. അതായത് മാനേജ്മെൻറ്റിലെ എംപ്ലോയീസിന് കെയർലെസ്നെസ്സും ഇന്നെഫിഷ്യൻറ്റും കൊണ്ട് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഹ്യൂമൻ കോസസിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസസ്. ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സിൽ പറയുന്നത് ചേഞ്ചസ് ഇൻ ടെക്നോളജി മേ മേക്ക് ദി മെഷീൻസ് obsolete before their expected life. Mechanical failures arise due to leakage of gas, bursting of boiler, etc. Next, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി മീൻസ് കുറേ ഫേംസ്, അതായത് കുറേ ബിസിനസ് ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇൻഡസ്ട്രി എന്ന് പറയുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ അതിൽ 3 പറയുന്നുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ലാസ്റ്റ് വൺ ടെറിഷറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് വൺ, ടെറിഷറി ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടിംഗ്, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ്.
ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഗൂഡ്സ് പ്രൊഡ്യൂസ്ഡ്. അതിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് കൺസ്യൂമർ ഗൂഡ്സ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ പ്രൊഡ്യൂസേഴ്സ് ഗൂഡ്സ് ഓർ ക്യാപിറ്റൽ ഗൂഡ്സ്. ഓൺ ദി ബേസിസ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ പറയുന്നത് ഹെവി ഇൻഡസ്ട്രീസും ലൈറ്റ് ഇൻഡസ്ട്രീസുമാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ഓഫ് ആക്ടിവിറ്റി, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രിയിൽ തന്നെ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ഉണ്ടാവും. അതായത് ബിസിനസ് പലതരം ഉണ്ടാവും. ഹ്യൂജ് ബിസിനസ് ഉണ്ടാവും, സ്മോൾ ബിസിനസ് ഉണ്ടാവും. അതാണ് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ഓഫ് ആക്ടിവിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഭാഗമാണ് കൊമേഴ്സ്. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാർട്ടാണ്, അതായത് ഒരു പാർട്ടാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞത്. ഓൾ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ ടു ബി മെയ്ഡ് അവൈലബിൾ ബൈ ദോസ് ഹു നീഡ് ദം. ദിസ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് അഡീഷണൽ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, വെൻ സംബഡി പ്രൊഡ്യൂസസ് a bread, he has to make it available at convenient location at right time. This involves activities like making people aware about the product, storing the product at right places, arranging retail outlets, packaging the products, transportation of the product, selling the product and so on. All these activities taken together are known as commerce. കൊമേഴ്സിൽ വരുന്ന നെക്സ്റ്റ് പോയിൻ്റാണ് ട്രേഡ്. അതായത് ട്രേഡ് രണ്ട് തരത്തിലുണ്ട്, ഇൻറ്റേർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. അതായത് ട്രേഡ് മീൻസ് ട്രേഡ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കൊമേഴ്സ്. ഇറ്റ് സിംപ്ലി റിഫേഴ്സ് ടു സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ്. അതായത് ട്രേഡ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഗൂഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദി good and services available to ultimate consumers. അതായത് ട്രേഡ് ഇൻറ്റേർണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. ഇൻറ്റേർണൽ ട്രേഡ് വിച്ച് മീൻസ് വെൻ ട്രേഡ് ടേക്സ് പ്ലേസ് വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് കൺട്രി ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ട്രേഡ്. അതായത് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി കൺട്രിയാണ്. നെക്സ്റ്റ് ട്രേഡിൽ വരുന്നൊരു പോയിൻ്റാണ് എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ഓഫ് ട്രേഡ്. അതിൽ പ്രധാനമായിട്ട് 5 പോയിൻ്റാണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ, നെക്സ്റ്റ് വെയർ ഹൗസിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെൻറ്റ്. Transportation, which means an example, carrying of goods physically from Delhi or Singapore to Chennai called transportation. And warehousing, it is a systematic storage of goods once the goods are received at Chennai called warehousing. Arranging money and making payments to the seller through banks and other sources called banking. And insurance means covering risk of damage or loss of goods in transit from Delhi or Singapore or while it is in store. And next, communication, exchange of information with each other through postal and telecom services. അതായത് ട്രേഡ് നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയായിരിക്കണം. അത് ആണ് നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് ലാസ്റ്റ് വൺ അഡ്വർടൈസിങ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അഡ്വർടൈസിങ്. ഇൻ ടുഡേയ്സ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ ബിസിനസ്മാൻ ടു സിറ്റ് ആൻഡ് വെയിറ്റ് ഫോർ കസ്റ്റമർ after investing heavily in business to attract customers towards his product. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് സെയിൽ ആവണമെങ്കിൽ അതിന് അത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ്, ട്രൂലി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താലേ നമുക്ക് അതിന് ട്രേഡ് നടക്കുള്ളൂ. അതാണ് ഈ പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിന് മുന്നേ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ബിസിനസ് റിസ്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.